ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാനല്ലേ ഞാനും ഗോകുലും കൂടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഗോകുലോ? ഏത് ഗോകുല്? ഒരു തലവേദന വന്നു വെച്ച് നിനക്ക് സ്വന്തം ഭർത്താവിനെയും മോളെയും ഇത്രയ്ക്ക് ഓർമ്മയില്ലതായോ? നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിര് നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. എന്ത്? ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നോ? അതെ. ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് നിന്റെ വണ്ടി ഇടിച്ച. അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുന്നവരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേ? എടാ, തൽക്കാലം ആ കുട്ടി നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്നത് നല്ലത്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? മോള് വിഷമിക്കണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എല്ലാം പറഞ്ഞു തരാം. സമൃദ്ധ അകത്തുണ്ട്. എന്റെ മോനും അവന്റെ കുഞ്ഞിനും വേണ്ടി ഈ അമ്മയ്ക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. നീ സമ്മതിക്കില്ലല്ലടാ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ആ സാക്ഷിയെ കൊണ്ടോ? ശരി സാർ. പോലീസിന്റെ മൂന്നാം മുറ എന്താണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ കണ്ണ് നിറച്ച് കണ്ടോ? ഇവനാണ് സാക്ഷി. വെറും സാക്ഷിയല്ല, ദൃക്സാക്ഷി. അനിരുദ്ധനെ കൊല ചെയ്യുന്നത് കണ്ട സാക്ഷി. എന്താ മൂർത്തി യഥാർത്ഥം സംഭവിച്ചത്? സർ, ഇയാൾ അനിരുദ്ധനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടതാ. അതിനുശേഷം ഇയാൾ ആ മൃതദേഹം ചാക്കിലാക്കി പാറമടയിൽ ഉപേക്ഷിക്കുന്നതും ഞാൻ കണ്ടു സർ. ഇല്ല, ഇത് പച്ചക്കള്ളോ? കോടതിയിൽ ഇക്കാര്യം പറയാൻ തയ്യാറാണല്ലോ അല്ലേ? ഞാനത് എവിടെ വേണമെങ്കിലും ഒന്ന് പറയാം സർ. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. ഇയാള് വെറുതെ കള്ളം പറയാ. ശരി, മൂർത്തിപ്പിക്കോ. ശരി സർ. കള്ളോ? പച്ചക്കള്ളോ? ഞാനല്ല. ഞാനിത് സമ്മതിക്കില്ല. എന്റെ അർച്ചന. പേഷ്യന്റ് BP ഒന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ ഡോക്ടർ. സമൃദ്ധ, 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 സമൃദ്ധ കണ്ണു തുറന്നേ. സമൃദ്ധ, ഇനി അമ്മയൊന്ന് വിളിച്ചു നോക്ക്. മോളെ,
മോളെ മോളെ സമൃദ്ധ. മോളെ മോളെ എന്റെ മോളെവിടെ പോയി? എന്റെ മോളെവിടെയെന്ന്? മോള് കൂട്ടുകാരുടെ കൂടെ പോയത് മറന്നു സമൃദ്ധ. നീ തന്നെയല്ലേ ഗൗരിമോളെ യാത്ര അയച്ചത്? ഗൗരിമോളോ? ഏത് ഗൗരിമോള്? സമൃദ്ധയുടെ മോളുടെ പേര് ഗൗരി എന്നാണോ? അതെ. സമൃദ്ധ, നിനക്കതൊന്നും ഓർമ്മയില്ലേ? സമൃദ്ധയോ? അതാരാ? ഈ ആശുപത്രി ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? മോളെ സമൃദ്ധ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാനല്ലേ ഞാനും ഗോകുലും കൂടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഗോകുലോ? ഏത് ഗോകുല്? ഒരു തലവേദന വന്നു വെച്ച് നിനക്ക് സ്വന്തം ഭർത്താവിനെയും മോളെ എത്രയ്ക്ക് ഓർമ്മയില്ലതായോ? അമ്മേ, എന്താ അമ്മ ഇതൊക്കെ? മോളെ, ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇവൾക്കിപ്പൊ ഗൗരിമോളെയും ഗോകുലിനെയും ഒന്നും അറിയത്തില്ലെന്ന്. നിനക്കെന്താ അൾഷിമേഴ്സ് ബാധിച്ചോ? സ്വന്തം ഭർത്താവിനെ മോളെ മറന്നോ? എന്റെ മകൻ ഗോകുലാണ് നിന്റെ ഭർത്താവ്. നിങ്ങളുടെ മോളുടെ പേര് ഗൗരി. നിർത്ത്. നിങ്ങളൊക്കെ ആരാ? എനിക്ക് നിങ്ങൾ ആരെ അറിയില്ല. എന്റെ മോളുടെ പേര് ഗൗരി എന്നല്ല, ഭർത്താവിന്റെ പേര് ഗോകുലൊന്നും അല്ല. അമ്മേ, നിങ്ങൾ എല്ലാവരും വെറുതെ കള്ളം പറയാ. എന്റെ മോളെ നിങ്ങൾ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്? പറ, എന്റെ മോളെവിടെ? എന്റെ മോനെ നീ കല്യാണം കഴിച്ചിട്ട് വർഷം 7-8 വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ മോളെ. ഇല്ല, ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോഴാ കാണുന്നത്. ഡോക്ടർ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എന്റെ മോൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അയ്യോ പോയി പിടിക്ക്. ചെല്ലു മോളെ, പിടിക്ക്. എവിടെ പോവാ? മോളെ, വീട്. നീ എങ്ങോട്ടേ പോന്നേ? ഈ അമ്മ നിനക്ക് ഓർമ്മയില്ലേ? ഈ നിൽക്കുന്ന ശിശിരെ ഓർമ്മയില്ലേ? നിന്റെ അസുഖം കൊണ്ടാ ആരെയും നിനക്ക് ഓർമ്മയില്ലാത്തത്. എല്ലാം ശരിയാവും. 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താ എല്ലാ അസുഖവും മാറും. ഗോകുലം ഞാനും കൂടിയല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. മോള് വാ, അമ്മ പറയുന്ന കേക്ക് മോളെ വാ. തൊട്ടുപോരു തന്നെ. മര്യാദക്ക് എന്റെ മോളെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. സമൃദ്ധേ, ഞാൻ പറയുന്നു കേൾക്ക്. നീ ആരാ എന്നെ തടയാൻ?